The Real FM 103.6. ശ്രദ്ധ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് ഇന്ന് കൊടിയിറങ്ങുകയാണ്. ഒളിമ്പിക്സ് മാതൃകയിലാണ് കായികോത്സവം സംഘടിപ്പിക്കപ്പെട്ടത്. ലഹരിക്കെതിരെ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും ഇൻക്ലൂസീവ് കായിക ഇനങ്ങളും മത്സരങ്ങൾക്ക് മാറ്റുകൂട്ടി. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് IAS ശ്രദ്ധയോട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന രണ്ടാമത്തെ സ്കൂൾ കായികമേള, ഓവറോൾ 67 സ്കൂൾ കായികമേള ഒക്ടോബർ 21 നമ്മുടെ ട്രിവാൻഡ്രത്ത് തുടങ്ങി 28 അവസാനിക്കുന്നു. മോർ ദൻ 12 ഗ്രൗണ്ട്സ്, ഓൾമോസ്റ്റ് 40 ഡിഫറെന്റ് ഇനങ്ങൾ, 20,000-ഓളം കുട്ടികൾ, അതിൽ 2,000 കുട്ടികൾ ഡിഫറെന്റ്ലി ഏബിൾഡ് കിഡ്സുടെ ഇൻക്ലൂസീവ് ഒളിമ്പിക്സ്. 14 ജില്ലകൾ മാത്രം അല്ലാതെ ഗൾഫിൽ നിന്ന് ഓൾമോസ്റ്റ് മോർ ദൻ 35 കുട്ടികൾ എല്ലാം പങ്കെടുത്ത ഒരു ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻ ഓഫ് ടാലന്റ് ആൻഡ് സ്പോർട്സ്മാൻഷിപ്പ് ആയിരുന്നു ഈ സ്പോർട്സ് ഒളിമ്പിക്സ്. ഫോർ ദ ഫസ്റ്റ് ടൈം ചീഫ് മിനിസ്റ്റർ സ്വർണ്ണ കപ്പ് ഈ വർഷം നമ്മൾ ബെസ്റ്റ് ജില്ലയ്ക്ക് 28-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഓഫ് കേരള ആ ട്രോഫി കൈമാറും. 10 new meet records. We have our students, our sports stars have created 10 records. ആൻഡ് കളരിപ്പയറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മുടെ ഈ സ്കൂൾ ഒളിമ്പിക്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അവർ നമ്മുടെ ട്രഡീഷണൽ മാർഷ്യൽ ആർട്ട് ഫോം. വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. Be it University Stadium or Chandrasekhar Nair Police Stadium, the Central Stadium, അതൊരു ഇൻഡോർ സ്റ്റേഡിയം ആയിട്ട് നമ്മൾ മാറ്റിയിരുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, പ്രപ്പങ്കോട് ഷൂട്ടിംഗ് റേഞ്ച്, ടെന്നീസ് ക്ലബ്, ഇങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ബെസ്റ്റ് സ്പോർട്സ് വെന്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വി കുഡ് സീ ദാറ്റ് ലോട്ട്സ് ഓഫ് പുവർ സ്റ്റുഡൻസ് വലിയ റെക്കോർഡ്സ് എല്ലാം, ഗോൾഡ് മെഡൽസ് റെക്കോർഡ്സ് എല്ലാം അവർക്ക് വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ he had a discussion with us and he announced that 50 sports stars from economically backward sections who have won a gold medal or have set a record, അവർക്ക് പരിശോധിച്ചിട്ട് we will build houses and give എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് ഫ്രീ ക്യാമ്പയിൻ one of the major highlights ആയിരുന്നു. നമ്മുടെ മാർച്ച് പാസ്റ്റിലും നമ്മുടെ എല്ലാ ബ്രാൻഡിങ്ങിലും we have made drug free Kerala an important motto. We have ensured great interdepartmental coordination. More than 617 committees ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. ജനപ്രതിനിധികൾ, ടീച്ചർ സംഘടനാസ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്, ഫാന്റാസ്റ്റിക് കോർഡിനേഷൻ നടന്നിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് ഫോർ ദ കിഡ്സ് ഓഫ് അവർ സ്റ്റേറ്റ്. നമ്മുടെ കിഡ്സ് ഹോപ്പ് they had a fantastic time. ഒരു മത്സരത്തിൽ ഹോണസ്റ്റ് ആയിട്ട്, ടാലന്റോട്, പാഷനായിട്ട് പങ്കെടുക്കുന്ന എല്ലാവരും വിജയിക്കുന്ന ഒരു സന്ദേശത്തോടാണ് ഈ ഒരു സ്പോർട്സ് മേള നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് ഇതിന്റെ ഫുൾ കോർഡിനേഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. ലോക്കോമോട്ടോർ ഡിസബിലിറ്റിയുടെ പരിമിതികളെ മറികടന്ന് ഇൻക്ലൂസീവ് അത്ലറ്റിക്സിലെ പ്രധാന ഇനമായ മിക്സഡ് സ്റ്റാൻഡിംഗ് ബോൾ ത്രോയിലൂടെ കോഴിക്കോട്ടേക്ക് സ്വർണമെത്തിച്ച വടകര MUM VHSSലെ സിനാന്റെ വാക്കുകളിലേക്ക്. സംസ്ഥാനതല ഇൻക്ലൂസീവ് സ്പോർട്സിൽ കോഴിക്കോടിന് വേണ്ടി റിലേയിലും ത്രോബോളിലാണ് ഞാൻ പങ്കെടുത്തത്. ത്രോബോളിൽ സ്വർണ്ണ മെഡലും റിലേയിൽ വെങ്കലം നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ വിഭാഗം സ്പോർട്സിൽ സ്കൂളിൽ നിന്ന് പോയത്, അതിലും എനിക്ക് ബ്രൗൺസും കിട്ടിയിട്ടുണ്ട്. ജില്ലയിൽ 2ലും സംസ്ഥാന തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതിലെ ഒന്നിലെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻക്ലൂസീവ് സ്പോർട്സ് ആണ് ഞാൻ തിരഞ്ഞെടുത്തത്. എല്ലാം നല്ല മികച്ച വിജയം നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വടകര സബ് ജില്ലയിൽ എൻ്റെ നാട്ടിൽ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ എന്നിവയിൽ 3ലും ഗോൾഡൻ മെഡൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു. വടകരയിലെ വേഗതയേറെ താരം എന്ന പേരും എനിക്ക് വന്നിട്ടുണ്ട്. ഒരു ട്രെയിനിങ്ങും കാര്യമൊന്നും കിട്ടിയില്ല, സ്വന്തമായിട്ട് പരിശ്രമിച്ച് നേടി തന്നെയാണ് ഇതെല്ലാം. ഭാവിയിൽ ഇനിയും കോച്ചിങ് എല്ലാം ചെയ്ത് നല്ല മികച്ച ഒരു സ്പോർട്സ്മാൻ ആണ് ആഗ്രഹമായിട്ടുള്ളത്. പിന്നെ നല്ലോണം പഠിച്ച് പരിശ്രമിച്ച് നല്ല സ്വന്തമായി നല്ലൊരു വീട് എടുത്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കളിക്കളങ്ങൾ അന്യമായിരുന്ന കുഞ്ഞുങ്ങളെ കൂടി ചേർത്തു പിടിച്ചാണ് ഈ കായികോത്സവം സംഘടിപ്പിച്ചത് എന്നത് ഏറെ അഭിമാനകരമായ മാറ്റമാണ്. സമഗ്ര ശിക്ഷ കേരള കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം. കഴിഞ്ഞ വർഷം മുതൽ കായികോത്സവത്തിനുള്ള ഏറ്റവും വലിയ സവിശേഷത അത് ഇൻക്ലൂസീവ് കായികോത്സവമായി മാറി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ സമസ്ത മേഖലകളിലും ഇൻക്ലൂഷൻ നടക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ കായിക മേഖല പലപ്പോഴും ഭിന്നശേഷിക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഒരു മേഖലയായിരുന്നു. കലോത്സവത്തിലോ മറ്റ് ജീവിതത്തിന്റെ ഏതെങ്കിലും വ്യവഹാരങ്ങളിലോ പങ്കാളികളാക്കുന്ന അത്ര എളുപ്പത്തിൽ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരുന്ന
മനുഷ്യർക്ക് തുല്യമായ അവകാശം ഉറപ്പുവരുത്തുന്ന തരത്തിൽ അവരെ ഉൾച്ചേർക്കുന്നതിൽ പലപ്പോഴും സാധ്യമല്ലാതെ മാറി നിൽക്കേണ്ടി വന്നൊരു മേഖലയാണ് കായിക മേഖല എന്ന് പറയുന്നത്. കായിക വിനോദങ്ങളായാലും കായിക മത്സരങ്ങളായാലും ഭിന്നശേഷിക്കാരായ ആളുകളെ പരിഗണിച്ചുകൊണ്ടായിരുന്നില്ല അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും നമ്മുടെ നാട്ടിൽ നടന്നു വന്നിരുന്നത്. ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഒരു കളികളും വോളിബോൾ ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, ബാഡ്മിന്റൺ ആവട്ടെ, അല്ലെങ്കിൽ ഓട്ട മത്സരമാവട്ടെ, ചാട്ട മത്സരമാവട്ടെ, ഇതൊന്നും തന്നെ പക്ഷെ നമ്മുടെ ബോധ നിലവാരത്തിൽ, സാംസ്കാരിക ബോധത്തിൽ പുതിയ തെളിച്ചവും വെളിച്ചവും വന്നു കഴിഞ്ഞ ഇക്കാലത്ത് ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിൽ എല്ലാ മേഖലകളിലും ഇൻക്ലൂഷൻ സാധ്യമാവണമെന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ കായികോത്സവത്തെയും സംസ്ഥാന സ്കൂൾ കായികോത്സവത്തെ പോലും ഉൾച്ചേർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മഹത്വം എന്ന് പറയുന്നത്. എല്ലാ ഗെയിമുകളെയും ഇപ്പോ തുടക്കത്തിൽ അത് ഏതാണ്ട് 5 ഗെയിമുകളാണ് ഇപ്പോ ഈ വർഷം ഉണ്ടായിരുന്നത്. ആ ഗെയിംസ് ഇനങ്ങളെ വിവിധ രീതിയിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അനുരൂപീകരിക്കുന്ന തരത്തിൽ, അതായത് ഓരോ തരത്തിലുള്ള സവിശേഷമായ കുട്ടികൾക്ക് കൂടി സാധ്യമാകുന്ന തരത്തിൽ കളി നിയമങ്ങളിൽ അനുരൂപീകരണം നടത്തുകയും അവർ കൂടി പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓട്ടവും ചാട്ടവും ഒക്കെ ഉൾപ്പെടുന്ന അത്ലറ്റിക്സ് ഇനങ്ങളിലും വിവിധ മത്സരങ്ങളുണ്ട്. ഓരോ മത്സരത്തിലും വ്യത്യസ്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നിയമാവലികളിലൂടെ തന്നെ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന തരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാനും കുട്ടികൾക്ക് ഏതാനും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന കേവലമായ ഒരു തലമല്ല അതിനുള്ളത് എന്നുള്ളതാണ്. മറിച്ച് കാലാകാലങ്ങളായി നിഷേധിക്കപ്പെട്ട കളിക്കളങ്ങളെ അല്ലെങ്കിൽ വേദനയോടുകൂടി കുട്ടികൾക്ക് മാറി നിൽക്കേണ്ടി വന്ന കളികളെ അവർക്ക് കൂടി പാകമാവുന്ന തരത്തിൽ പങ്കാളികളാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുക എന്ന ഒരു സാമൂഹികമായ ഒരു വിപ്ലവത്തിന്റെ തുടക്കം എന്ന രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടുള്ള ചില ക്രമീകരണങ്ങൾ എന്ന നിലയ്ക്ക് ചരിത്രപരമായി മനുഷ്യർ നടത്തിപ്പോന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പതിയാതെ വന്ന തെറ്റുകൾ തിരുത്തുന്ന ഒരു ശ്രമമായി ഇതിനെ വലിയ വിശാലമായ ക്യാൻവാസിൽ വായിക്കപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചതും ഇക്കൊല്ലം കുറെ കൂടി വളർന്നതുമായ ഇൻക്ലൂസീവ് കായികോത്സവത്തെ കേരളത്തിന് അഭിമാനത്തോടുകൂടി തന്നെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കായികോത്സവങ്ങളിൽ മുൻപുണ്ടായിരുന്ന സകല റെക്കോർഡുകളും ഭേദിച്ച് പുതിയ താരങ്ങൾ ഉയർന്നു വരുന്നത് സന്തോഷമെന്ന് കേരളത്തിന്റെ അഭിമാന താരം IM വിജയൻ. നമ്മൾ ഈ സ്കൂൾ കായികമേള എന്ന് പറഞ്ഞാൽ നമ്മളത് കുറെ പോയിട്ടുള്ളതാണ്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര രസമാണ്. എല്ലാ ഇവന്റും കൂടി ഒരുമിച്ചാണ് പോണത്. ഉഷേച്ചിനെ എടുത്തോ, അഞ്ജു ബോബ് ജോർജിനെ എടുത്തോ, MD വത്സമേനെ എടുത്തോ, അപ്പൊ ഹോക്കി ആയാലും ശ്രീജേഷിനെ എടുത്തോ, ഏത് ഇവന്റ് ആയാലും, ബാസ്കറ്റ് ബോൾ ആയാലും ഫുട്ബോൾ ആയാലും ഏത് ഇവന്റ് ആയാലും ഇവിടുന്നാണ് സ്റ്റാർട്ട്, ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ ബേസ്. സ്കൂൾ കായികമേള എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് എല്ലാരും പല രീതിയിലേക്ക് പോണത്. ഇപ്പൊ നല്ല അത്ലറ്റ് ആയിട്ട് വരാം. ബീനാമോളും ഞാനും ഒരുമിച്ചുണ്ടായിരുന്നു ആ ഫംഗ്ഷൻ. അപ്പൊ ബീനാമോളോട് ചോദിച്ചു, ബീനാമോള് പറഞ്ഞ കറക്റ്റ് ആയിട്ടാ ചേട്ടൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെ പോകേണ്ടതെന്നുള്ളത്. അതാണ് കായികമേളയുടെ ഏറ്റവും വലിയ ഗുണം. കേരളത്തിന് അഭിമാനിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ റെക്കോർഡും അങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ. അതൊക്കെ ബ്രേക്ക് ചെയ്ത് വരുന്നവരല്ലേ വീണ്ടും നല്ല നല്ല കുട്ടികൾ വരുന്നത്. നമുക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും റെക്കോർഡും ബ്രേക്ക് ചെയ്തിട്ട് വരട്ടെ. നമ്മള് തലമുറ ഇപ്പൊ ജനറേഷൻ മാറി, അപ്പൊ അതിനുള്ള റിസൾട്ട് ഫെസിലിറ്റീസ് മാറി. നമ്മളുള്ള സമയത്തുള്ള പോലത്തെ ഇതല്ല, ഇപ്പൊ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യമല്ലേ. അവരുടെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ട് അതൊക്കെ വലിയ വലിയ കാര്യമാണ്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആരോ റെക്കോർഡായാലും ഒക്കെ ബ്രേക്ക് ചെയ്ത് വരട്ടെ. അതിനുള്ള ടാലന്റ് ഉള്ള പിള്ളേരുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന സമയമാണ് കായികമേള എന്ന് പറഞ്ഞാൽ. കൗമാരക്കുതിപ്പിന്റെ 7 നാളുകളാണ് തലസ്ഥാന നഗരിയിൽ കടന്നുപോയത്. പുതിയ വേഗങ്ങളും ഉയരങ്ങളും എത്തിപ്പിടിക്കാനുള്ള നമ്മുടെ കുട്ടികളുടെ ആദ്യ പരിശ്രമം. ഒളിമ്പിക്സ് പോലുള്ള വലിയ കായിക നേട്ടങ്ങളിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് ഇത്തരം കായികവേദികൾ എന്ന തിരിച്ചറിവിനോടൊപ്പം ചിട്ടയായ പരിശീലനങ്ങളും സാമ്പത്തിക സഹായങ്ങളും കൂടി ഈ ജേതാക്കൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ കൂടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.